ശ്രീ ജലീൽ പുനലൂർ, 2023 കേരള സ്റ്റോറി ആദ്യം എത്തുമ്പോൾ ഉണ്ടായ വിമർശനങ്ങൾ അത് അതേപടി കേരള സ്റ്റോറി 2 എത്തുമ്പോൾ വരികയാണ്. ഇതിൽ സംവിധായകൻ പറഞ്ഞ വാക്കുകൾ, യഥാർത്ഥ വസ്തുതകൾ സമൂഹത്തോട് പറയണം. അത് ചിലരെയൊക്കെ അലോസരപ്പെടുത്തുന്നതായാലും അത് പറയേണ്ടി വരും. കാരണം ഈ ഒരു കുറ്റകൃത്യം എക്സ്പോസ് ചെയ്യുക എന്നതാണ് ഈ സിനിമയിലൂടെ ഉദ്ദേശിക്കുന്നത്. ആ സിനിമയെക്കുറിച്ച് സംവിധായകൻ പറഞ്ഞ വാക്കുകളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സിനിമ എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ സംഭവങ്ങൾ മുൻനിർത്തി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ സിനിമ. എന്തിനാണ് ഈ സിനിമയോട് അസഹിഷ്ണുത? അല്ലല്ല, അസഹിഷ്ണുതയൊന്നുമില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എല്ലാ കാലത്തും വില കൽപ്പിക്കുന്ന സമൂഹമാണ് മലയാളി, പ്രത്യേകിച്ച് നമ്മുടെ സാംസ്കാരിക കേരളം. പക്ഷേ ഇപ്പം ഉണ്ടായിരിക്കുന്ന ഈ ഒരു സിനിമയെ സംബന്ധിച്ച് 21ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ തമാശയാണെന്ന് ജലീൽ പുനലൂരോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘപരിവാർ വിരുദ്ധ ആളുകളോ അല്ല, സാമൂഹിക ബോധമുള്ള BJP നേതാക്കൾ പോലും അടക്കം പറയുന്ന തരത്തിലുള്ള ഒരു വലിയ തമാശയായിട്ട് മാത്രമേ ഇതിനെ നമുക്ക് കാണാൻ സാധിക്കൂ. കേരളീയ പൊതുസമൂഹം ഇതിനെ അങ്ങനെയാണ് കാണുന്നത്. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ ചോദിച്ചതുപോലെ ആയിരക്കണക്കായ പെൺകുട്ടികളെ മതം മാറ്റി കൊണ്ടുപോയെന്ന്, എനിക്ക് സത്യത്തിൽ അതൊരു വലിയ കേൾക്കുന്നവർക്കും തമാശയാണ്. കാരണം 10-14 വർഷം കൊണ്ട് രാജ്യം ഭരിക്കുന്ന ആഭ്യന്തരം കൈയാളുന്ന ഒരു ദേശീയ പാർട്ടിയുടെ കഴിവുകേടായിട്ട് മാത്രമേ നമുക്ക് അതിനെ കാണാൻ സാധിക്കൂ. ആയിരക്കണക്കായ പെൺകുട്ടികളെ മതം. അല്ല ശ്രീ ജലീൽ പുനലൂർ, അങ്ങ് UP-യിൽ ഒരു ചാരിറ്റിയുടെ മറവിൽ ഇങ്ങനെ പെൺകുട്ടികളെ ലവ് ജിഹാദ് നടത്തി ഇസ്ലാമിലേക്ക് പദപരിവർത്തനം ചെയ്ത് ഡ്രഗ് മാഫിയയ്ക്കും സെക്സ് മാഫിയയ്ക്കും ഒക്കെ ഉപയോഗിക്കുന്ന വലിയൊരു നീക്കം UP പോലീസ് തകർത്തിരുന്നു. അതിന്റെ വേരുകൾ ഇങ്ങ് കേരളത്തിൽ വരെ എത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നില്ലേ? ആ നടത്തിപ്പുകാരൻ, ഒരു ദർഗയുടെ നടത്തിപ്പുകാരനാണ് പിടിയിലായത്. നുസ്രത് ജഹാൻ ആ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു സേ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ദേശീയ വാർത്തകളിലൊക്കെ വളരെ കൃത്യമായി ഇടം പിടിച്ചതാണ് എങ്ങനെയാണ് ഇതര മതസ്ഥരായ പെൺകുട്ടികളെ വലവീശി ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യപ്പെടുന്നതും അവരെ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് അടക്കം അവരെ സജ്ജരാക്കുന്നതിന്റെ വിവരങ്ങൾ പുറത്തു വന്നതാണ്. ദേശീയ അന്വേഷണ ഏജൻസി അടക്കം ഇപ്പോഴും ആ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നുസ്രത് ജഹാൻ ഒന്ന് പറഞ്ഞു വെക്കാം അങ്ങേക്ക്, എന്നിട്ട് ജലീൽ പുനലൂരിലേക്ക് നമുക്കൊന്ന് പോകാം. ഒരു ദർഗ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കില്ല, പ്രായം ചെന്ന ഒരു ഉസ്താദാണ്. ആ ഉസ്താദ് മതപരിവർത്തനം ദർഗയിൽ വരുന്ന ആൾക്കാരെ, കാരണം ജാതിയും മതമൊന്നും ദർഗകളിൽ ഇല്ല അവിടെ, ആ ലെവലിൽ വരുന്ന ആൾക്കാർ അതുപോലെ മതപരിവർത്തനം നടത്തിയ ഒരു പെൺകുട്ടീനെ ഉപയോഗിച്ചാണ് ഇതിലേക്ക് കാൻവാസ് ചെയ്തത്. ആയിരക്കണക്കിന് പെൺകുട്ടികളെ തന്നെ പോയിട്ടുണ്ട്, വിദേശത്ത് ജോലി വാങ്ങി കൊടുക്കുക, ഈ ലെവലിൽ പറഞ്ഞിട്ട് മതം മാറിയതിനു ശേഷം മാത്രം ജോലി കൊടുത്ത് NIA തന്നെ അറസ്റ്റ് ചെയ്ത് ഒരു കഥ ഇവിടെ അടുത്ത കാലത്ത് ഒരു 6 മാസത്തിനകത്ത് നടന്ന സംഭവമാണ്. അതിൽ ഈ മതപരിവർത്തനം നടത്തി ഹിജാബ് ഇട്ട് വന്ന ഒരു പെൺകുട്ടിയാണ് ഇവരെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം അപ്പൊ ഒരു പ്രൊമോഷന്റെ ഏറ്റവും നല്ല മാർക്കറ്റിംഗിൽ നിന്ന് അതിലൂടെ വന്നിട്ട് ഇത്ര സുന്ദരമാണ് ഈ മതം പറഞ്ഞിട്ട് അങ്ങ് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വനിതാ നേതാവായതുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ അങ്ങയിലേക്ക് വന്നത്. ഒരു മിനിറ്റ്, ഇനി ശ്രീ ജലീൽ പുനലൂരിലേക്ക് ഒന്ന് പോവുകയാണ്. ശ്രീ ജലീൽ പുനലൂർ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഇതിനെതിരായ ഒരു മുന്നറിയിപ്പാണ് ഈ സിനിമ എന്നാണ് അതിന്റെ സംവിധായകൻ പറയുന്നത്. അങ്ങേക്ക് തുടരാം. നോക്കൂ, താങ്കള് ഇതിന്റെ തെളിവ് ശേഖരണത്തിനു വേണ്ടി ഇപ്പോൾ കൊണ്ടുവന്ന ഡോക്ടർ നുസ്രത് ജഹാൻ പോലും പറഞ്ഞത്, അവിടെ ഒരു ദർഗ, അവിടെ ഒരു പർദ്ദയിട്ട പെണ്ണ് വന്നു, കുറെ ആളുകളെ മതം മാറ്റി എന്ന് അവിടെ എന്ന് പറയുന്നതിനപ്പുറം കൃത്യമായ ഏതെങ്കിലും ഒരു എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്ത് നിർബന്ധിതമായ ഒരു മതപരിവർത്തനം നടക്കുന്നുണ്ട്, നമ്മുടെ രാജ്യത്ത് ഒരു ലവ് ജിഹാദ്, ആസൂത്രിതമായ ലവ് ജിഹാദ് നടക്കുന്നുണ്ട് എന്ന് നാളിതുവരെ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയുന്നു, രാജ്യത്തെ സംഘപരിവാർ നിയന്ത്രണത്തിലുള്ള NIA പോലും സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ കേരളത്തിലോ രാജ്യത്തോ അത്തരത്തിൽ ആസൂത്രിതമായി ഒരു ലവ് ജിഹാദ് നടക്കുന്നില്ല. പിന്നെ താങ്കൾക്ക് ഒരുപക്ഷെ നുസ്രത് ജഹാൻ കൃത്യമായിട്ട് അറിയാം, ഒരുപക്ഷെ താങ്കൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇസ്ലാമിന്റെ നിയമം ഞാൻ പറഞ്ഞുതരാം. പ്രണയം നടിച്ചോ പ്രണയിച്ചോ ഒരാളെയും ഇസ്ലാമിൽ കൊണ്ടുവന്നാൽ അവർ മുസ്ലിം ആവില്ല. അതിന്റെ ഏറ്റവും വലിയ ഒരാളെയും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ
ഇസ്ലാമിന്റെ ഒരു തത്വശാസ്ത്രത്തിലും പറഞ്ഞിട്ടില്ല. ആരെയെങ്കിലും നിർബന്ധിച്ച് കൊണ്ടുവന്നാൽ ഹൃദയം കൊണ്ട് പുൽകിയല്ലാതെ, ആശയ ആദർശത്തോടു കൂടി അതിനെ മനസ്സിലാക്കിക്കൊണ്ടല്ലാതെ ആരെങ്കിലും ഇസ്ലാം ആയാൽ അവർ ഇസ്ലാം മതവുമായി ഒരു ബന്ധമുണ്ടാകില്ല എന്ന് ഇസ്ലാമിക തത്വശാസ്ത്രത്തിൽ മുഴുവനും അടിവരയിട്ട് പറയുന്നുണ്ട്. ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞുതരാം. മുസ്ലിങ്ങളുടെ ആധ്യാത്മിക ആചാര്യം എന്ന് പറയുന്നത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അദ്ദേഹത്തെ വളർത്തിയത് അദ്ദേഹത്തിന്റെ മൂത്താബയായ അബൂ താലിബാണ്. ഞാൻ അഭിമാനപൂർവ്വം നീലിമയോട് പറയുന്നു, സഹോദരി, അദ്ദേഹം മതവിശ്വാസിയായിരുന്നില്ല. അദ്ദേഹം ഒരു ബഹുദൈവ ആരാധകനായിരുന്നു. ഈ ശത്രുക്കളിൽ നിന്ന് എല്ലാ കാലത്തും പ്രവാചകന് സംരക്ഷണം നൽകി. അങ്ങ് പറയുന്നത് പോലെ അങ്ങയുടെ ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ലല്ലോ. അങ്ങനെയല്ല എന്ന് വരുത്തുന്ന നമുക്ക് ബോധ്യമാകുന്ന ഒട്ടേറെ തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്.